നരേന്ദ്രമോദിയുടെ ആദ്യകാല ജീവിതവും വിദ്യാഭ്യാസവും. 1950 സെപ്റ്റംബർ 17 ബോംബെ സംസ്ഥാനത്തെ ഇന്നത്തെ ഗുജറാത്ത് മെഹ്സാന ജില്ലയിലെ വാദ്നഗറിൽ മറ്റു പിന്നോക്ക വിഭാഗ OBC പശ്ചാത്തലമുള്ള ഒരു ഗുജറാത്തി ഹിന്ദു കുടുംബത്തിലാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി ജനിച്ചത്. ദാമോദർദാസ് മുൽചന്ദ് മോദി, ഹിരാബെൻ മോദി എന്നിവരുടെ 6 മക്കളിൽ മൂന്നാമനായിരുന്നു അദ്ദേഹം. മോദിയും അയൽക്കാരും പറയുന്നതനുസരിച്ച് വാദ്നഗർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ അച്ഛന്റെ ചായക്കടയിൽ കുട്ടിക്കാലത്ത് മോദി അപൂർവമായി മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. 1967 വാദ്നഗറിൽ നിന്നാണ് മോദി തന്റെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അധ്യാപകർ അദ്ദേഹത്തെ ഒരു ശരാശരി വിദ്യാർത്ഥിയെന്നും നാടകങ്ങളിൽ താൽപ്പര്യമുള്ള ഒരു മികച്ച സംവാദകനെന്നും വിശേഷിപ്പിച്ചു. നാടകങ്ങളിൽ വലിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ സ്വാധീനിച്ചു. മോദിക്ക് 8 വയസ്സുള്ളപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി RSS പരിചയപ്പെടുകയും അതിന്റെ പ്രാദേശിക ശാഖകളിൽ പരിശീലന സെഷനുകൾ പങ്കെടുക്കാൻ തുടങ്ങുകയും ചെയ്തു. അവിടെ വെച്ച് അദ്ദേഹം ലക്ഷ്മൺ റാവു ഇനാൻദാറിനെ കണ്ടുമുട്ടി. അദ്ദേഹം മോദിയെ RSSൽ ബാൽസ്വയംസേവകായി ജൂനിയർ കേഡറ്റ് ചേർക്കുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായി മാറുകയും ചെയ്തു. മോദി RSSൽ പരിശീലനം നേടുന്നതിനിടയിൽ 1980 BJPയുടെ ഗുജറാത്ത് യൂണിറ്റ് സ്ഥാപിക്കാൻ സഹായിച്ച ഭാരതീയ ജനസംഘം നേതാക്കളായ വസന്ത് ഗജേന്ദ്രഗഡ്കർ, നഥാലാൽ ജഗ്ദ എന്നിവരെയും അദ്ദേഹം കണ്ടുമുട്ടി. കൗമാരപ്രായത്തിൽ അദ്ദേഹം നാഷണൽ കേഡറ്റ് കോർപ്സിൽ ചേർന്നു. നരേന്ദ്രമോദിയുടെ ജാതിയിൽപ്പെട്ട പരമ്പരാഗത ആചാരപ്രകാരം അദ്ദേഹത്തിന്റെ കുടുംബം യശോദബെൻ ചിമൻലാൽ മോദിയുമായി ഒരു വിവാഹനിശ്ചയം നടത്തി. അവർക്ക് 17 വയസ്സും അദ്ദേഹത്തിന് 18 വയസ്സും പ്രായമുള്ളപ്പോൾ അവരുടെ വിവാഹത്തിലേക്ക് നയിച്ചു. താമസിയാതെ അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ച് വീട് വിട്ടു. ദമ്പതികൾ ഒരിക്കലും വിവാഹമോചനം നേടിയില്ല. പക്ഷേ വിവാഹം പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിന്റെ പരസ്യ പ്രഖ്യാപനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. 2014 ഏപ്രിലിൽ അധികാരത്തിലെത്തിയ ദേശീയ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് താൻ വിവാഹിതനാണെന്നും തന്റെ ഭാര്യ യശോദബനാണെന്നും മോദി പരസ്യമായി സ്ഥിരീകരിച്ചു. ഒരു കാലത്ത് ബ്രഹ്മചര്യം ഒരു നിബന്ധനയായിരുന്ന RSSൽ പ്രചാരകനാകാൻ കഴിയുമായിരുന്നില്ലാത്തതിനാൽ മോദി വിവാഹം രഹസ്യമായി സൂക്ഷിച്ചുവെന്ന് ഒരു മോദി ജീവചരിത്രകാരൻ എഴുതിയിട്ടുണ്ട്. തുടർന്നുള്ള 2 വർഷം മോദി വടക്കേ ഇന്ത്യയിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലും സഞ്ചരിച്ചു. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച കൊൽക്കത്തയിലെ ബേലൂർ മഠം, അൽമോറയിലെ അദ്വൈത ആശ്രമം, രാജ്കോട്ടിലെ രാമകൃഷ്ണ മിഷൻ എന്നീ ഹിന്ദു ആശ്രമങ്ങൾ സന്ദർശിച്ചതായി അഭിമുഖങ്ങളിൽ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ആവശ്യമായ കോളേജ് വിദ്യാഭ്യാസം ഇല്ലാതിരുന്നതിനാൽ ഓരോ ആശ്രമത്തിലും അദ്ദേഹം താമസിച്ചത് ഹ്രസ്വകാലമായിരുന്നു. മോദിയുടെ ജീവിതത്തിൽ വിവേകാനന്ദൻ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 1968 മധ്യത്തിൽ മോദി ബേലൂർ മഠത്തിലെത്തിയെങ്കിലും അദ്ദേഹത്തെ തിരിച്ചയച്ചു. തുടർന്ന് അദ്ദേഹം കൊൽക്കത്ത, പശ്ചിമ ബംഗാൾ, ആസാം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. സിലിഗുരി, ഗുവാഹത്തി എന്നിവിടങ്ങളിൽ തങ്ങി. തുടർന്ന് അദ്ദേഹം അൽമോറയിലെ രാമകൃഷ്ണ ആശ്രമത്തിലേക്ക് പോയി. അവിടെയും അദ്ദേഹം വീണ്ടും നിരസിക്കപ്പെട്ടു. 1968 മുതൽ 1969 വരെ ഡൽഹി, രാജസ്ഥാൻ വഴി ഗുജറാത്തിലേക്ക് മടങ്ങി. 1969 അവസാനത്തിലോ 1970 തുടക്കത്തിലോ ഒരു ഹ്രസ്വ സന്ദർശനത്തിനായി അദ്ദേഹം വാദ്നഗറിലേക്ക് മടങ്ങി. തുടർന്ന് വീണ്ടും അഹമ്മദാബാദിലേക്ക് പോയി. അവിടെ അദ്ദേഹം അമ്മാവനോടൊപ്പം താമസിക്കുകയും ഗുജറാത്ത് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ അമ്മാവന്റെ കാന്റീനിൽ ജോലി ചെയ്യുകയും ചെയ്തു. അഹമ്മദാബാദിൽ നഗരത്തിലെ ഹെഡ്ഗേവാർ ഭവനിൽ RSS ആസ്ഥാനത്തിൽ താമസിച്ചിരുന്ന ഇനാൻദാറുമായി മോദി തന്റെ പരിചയം പുതുക്കി. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുക്കാൻ അടൽ ബിഹാരി വാജ്പേയി നയിച്ച ജനസംഘ സത്യാഗ്രഹത്തിൽ ചേർന്നപ്പോഴാണ് മുതിർന്നയാളായ മോദിയുടെ ആദ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മുക്തിബാഹിനിക്ക് പരസ്യ പിന്തുണ നൽകുന്നത് നിരോധിച്ചു. മോദി പറയുന്നതനുസരിച്ച് അദ്ദേഹം കുറച്ചുകാലം തിഹാർ ജയിലിൽ കഴിയുകയായിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനുശേഷം മോദി തന്റെ അമ്മാവന്റെ ജോലി ഉപേക്ഷിച്ച് ഇനാൻദാറിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ട് RSSന്റെ മുഴുവൻ സമയ പ്രചാരകനായി. യുദ്ധത്തിന് തൊട്ടുമുമ്പ് മോദി ഇന്ത്യൻ സർക്കാരിനെതിരെ ന്യൂഡൽഹിയിൽ നടന്ന ഒരു അഹിംസാ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അതിനായി അദ്ദേഹം അറസ്റ്റിലായി. ഈ അറസ്റ്റിന്റെ ഫലമായി ഇനാൻദാർ മോദിയെ ഉപദേശിക്കാൻ തീരുമാനിച്ചു. മോദിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് നയിച്ച ഒരു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിരുന്നു. 1978 മോദി ഡൽഹി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഓപ്പൺ ലേണിംഗിൽ നിന്ന് രാഷ്ട്രമീമാംസയിൽ ബാച്ചിലർ ഓഫ് ആർട്സ് ബിരുദം നേടി. 1983 ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് രാഷ്ട്രമീമാംസയിൽ മാസ്റ്റർ ഓഫ് ആർട്സ് ബിരുദം നേടി.
ബാഹ്യ വിദൂര പഠന വിദ്യാർത്ഥിയായി 1ാം ക്ലാസ്സോടെ ബിരുദം നേടി. അദ്ദേഹത്തിന്റെ BA, MA ബിരുദങ്ങളുടെ ആധികാരികതയെ ചുറ്റിപ്പറ്റി ഒരു തർക്കമുണ്ട്.